ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വിൻറ്റേജ് തീമിലുള്ള കുറച്ച് ജേണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജേണൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ സപ്ലൈസ് ഒന്നും ഇല്ലയെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സാധനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഷി ടൈപ്സ് ആണ്. അതിന് വേണ്ടി നമ്മൾ A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. A4 ഷീറ്റ് നമ്മൾ 0.5 അല്ലെങ്കിൽ 1.5 വിഡ്ത്തിൽ ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് 2 പേപ്പർ എടുത്തിട്ട് നമ്മളൊന്ന് ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ സ്കെച്ച് ഇല്ലെങ്കിൽ നമുക്ക് കോഫി പൗഡർ ഒന്ന് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. ഇതിൽ ഒരെണ്ണം നമ്മൾ ഇതുപോലെ തന്നെ പാറ്റേൺ ആയിട്ട് യൂസ് ആക്കാണ്, വാഷി ടൈപ്പായിട്ട്. മറ്റൊരെണ്ണം നമ്മൾ എടുത്തിട്ട് അതിൽ നമ്മൾ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഹാർട്ട് ഷേപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെ തൊട്ട് മുകളിൽ വരെ വരച്ചു കൊടുത്താൽ നമുക്കതൊരു സെക്കൻഡ് പാറ്റേൺ ഓഫ് വാഷി ടൈപ്പായിട്ട് യൂസ് ചെയ്യാം. അടുത്ത പാറ്റേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഷോപ്പിൽ നിന്ന് എല്ലാ സാധനം മേടിക്കുമ്പോൾ കിട്ടുന്ന ബ്രൗൺ പേപ്പറാണ്. അതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുത്തതിന് ശേഷം ലീഫ് ഡിസൈൻസാണ് നമ്മൾ വരച്ചു കൊടുക്കാൻ പോകുന്നത്. അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൽ ഒന്ന് ബ്രൗൺ കളർ വെച്ചിട്ടൊന്ന് ഗ്രിഡ്സ് വരച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ വല്ല ബുക്കിൽ നിന്നും ഇതുപോലെ ഒരു ടേപ്പിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊന്ന് ബ്രൗൺ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു പാറ്റേൺ കിട്ടും. അപ്പോൾ ഇത്രയും വാഷി ടൈപ്സാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ടേപ്പ് പോലെ ഒന്നും ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് കാർഡ്ബോർഡ് റോൾസോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് റോളാക്കി എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അതിലൊന്ന് ഗ്ലൂ തേച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ടാപ്പൊക്കെ പോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറോ കാർഡ്ബോർഡോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക, ഗ്ലൂ തേച്ചിട്ട്. അപ്പോൾ നമുക്ക് ടാപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ വാഷി ടൈപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാറ്റേൺ പേപ്പേഴ്സാണ്. അത് നമ്മൾ A4 ഷീറ്റ്സ് ഈ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗ്രിഡ്സാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി ഗ്രിഡ്സിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് സെൻറ്ററിലൂടെ തിന്നായിട്ടൊരു ലൈനും കൂടി വരയ്ക്കുമ്പോൾ നമുക്കൊരു പുതിയ പാറ്റേൺ കിട്ടും. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ ഇതാണ്. സെക്കൻഡ് പാറ്റേൺ പേപ്പർ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്യാം. ബ്രൗൺ കളർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഇങ്ങനത്തെ 2-3 നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ ബുക്കിൽ കുറച്ച് പേപ്പേഴ്സ് ഈ സൈസിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ നമ്മൾ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രിഡ്സാണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് ഒന്ന് ഗ്രിഡ്സ് വരച്ചെടുത്തതിന് ശേഷം ഇടവിട്ട കോളങ്ങൾ നമ്മളൊന്ന് സ്കെച്ച് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ കിട്ടും. ഇതൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ക്യൂട്ടുമാണ് നമ്മൾ ജേണലൊക്കെ ചെയ്യുമ്പോൾ. അടുത്ത പാറ്റേൺ നമ്മൾ ചെയ്യുന്നത് നേരത്തെ കളർ ചെയ്ത് വെച്ച പഴയ ബുക്കിലെ പേജസിൽ 4 കോർണേഴ്സിൽ നിന്ന് നമ്മളൊന്ന് ബ്രാഞ്ചസും ലീവ്സും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാറ്റേൺ കിട്ടും. അപ്പോൾ ഇത്രയും പാറ്റേൺ പേപ്പേഴ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കർ നോട്ട്സാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രൗൺ കളർ വെച്ചിട്ടോ ഒന്ന് ഫില്ല് ചെയ്തൊരു പേപ്പർ എടുത്തിട്ട് അതിൽ വീഡിയോയിൽ കാണുന്ന പോലത്തെ സ്റ്റിക്കർ നോട്ട്സിൻ്റെ ഷേപ്സ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. തോട്ട്സോ നോട്ട്സോ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. അതിൽ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ലൈൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടിയത്. അതിന് അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളൊക്കെ വരയ്ക്കാം. ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റിക്കർ നോട്ട്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കേഴ്സാണ്. അതിനാദ്യം ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും സ്റ്റിക്കേഴ്സ് ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് പിൻട്രസ്റ്റിൽ നിന്നൊക്കെ വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് അടിച്ചു കൊടുത്താൽ കിട്ടും. അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഏകദേശം ഒരു 5 സ്റ്റിക്കേഴ്സോളം വെട്ടിയെടുത്തിട്ടുണ്ട്. ശേഷം നമ്മളിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു വീതിയുള്ള സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു പീസിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം.
അതിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സിൻ്റെ പശയുള്ള ഭാഗത്ത് നമ്മൾ സ്റ്റിക്കേഴ്സ് തിരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് മനസ്സിലാവും, വീഡിയോ കണ്ടാൽ. അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ അതിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ചൊരു എഡ്ജ് അവിടെ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. എന്നാൽ ആ പശ വെച്ചിട്ട് നമുക്കത് ജേർണലിലൊക്കെ ഒട്ടിക്കാൻ പറ്റും. എന്താ നമ്മളിപ്പോൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വല്ല ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലുള്ള പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ടേബിൾ സ്റ്റിക്കറിൻ്റെ കൂടെ കിട്ടിയ ബാക്കിലെ പേപ്പറാണ്. നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നമുക്കത് സിമ്പിളായിട്ട് പീൽ ചെയ്തെടുക്കാനും ഒട്ടിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളെ സ്റ്റിക്കേഴ്സൊക്കെ നമ്മളിതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാമ്പ് പേപ്പേഴ്സാണ്. അത് നമ്മളിത് അത്രയും വീതിയിലുള്ളൊരു പേപ്പേഴ്സ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൽ രണ്ട് സൈഡും ഒന്ന് സിഗ്സാഗ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് അറ്റവും മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ സെൻറ്റർ പോർഷൻസ് മാത്രം നല്ലപോലെ സിഗ്സാഗ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നമുക്കൊരു 4-5 സ്റ്റാമ്പ് പേപ്പർ ഒരു പേപ്പറിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മളിത് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അത് കുറക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ബോർഡർ വരച്ച് കൊടുക്കുക. ഉള്ളിൽ എന്തെങ്കിലും സിമ്പിൾ പാറ്റേൺസ് വരച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ഫ്ലവറാണ് ഫസ്റ്റ് വരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ 2 ലീഫ് ഡിസൈൻസാണ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രൗൺ കളർ ഒന്ന് കൊടുത്തു കൊടുക്കാം. നമ്മൾ വിൻറ്റേജ് തീം ആയതുകൊണ്ടാണ് ബ്രൗൺ കളർ കൊടുക്കുന്നത്. നമ്മൾ വേറെ തീം സപ്ലൈസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ ബോർഡറാണ് ബ്രൗൺ കളർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വെച്ചാൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് പേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിൻറ്റേജ് സപ്ലൈസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.